നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന് പിന്നാലെ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരെ പരിഹസിച്ച് ബിജെപി നേതാവും തൃശൂർ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി രംഗത്തെത്തി. ചോദ്യം ചോദിച്ച വനിതാ മാധ്യമപ്രവർത്തകയോട് ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വഴിയിൽ നിന്ന് മാറി നിൽക്കുക, അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കിയിരിക്കുക ചിലർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയതിന് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം സുരേഷ് ഗോപിയുടെ പരിഹാസം. ശരീരത്തിൽ സ്പർശിച്ചതിനും ലൈംഗിക ചുവയോടെ സംസാരിച്ചതിനുമാണ് IPC 354 പ്രകാരം കേസെടുത്തത്. സംഭവത്തിൽ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിരുന്നു. മകളെ പോലെയാണ് കണ്ടതെന്നും ഒരു അച്ഛനെ പോലെ മാപ്പ് പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് സംസാരിക്കുന്നതിനിടെയാണ് വിവാദ സംഭവം ഉണ്ടായത്. സംഭവം തനിക്ക് കടുത്ത പ്രയാസവും മാനഹാനിയും ഉണ്ടാക്കിയെന്നും ഇത്തരം അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്നും മാധ്യമപ്രവർത്തകർ പറഞ്ഞിരുന്നു. അതിനിടെ പാലാ ബിഷപ്പുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി. ഇതെല്ലാം ഗുരുത്വത്തിന്റെ ഭാഗമാണ് എന്നാണ് സുരേഷ് ഗോപി സന്ദർശനത്തിനെ കുറിച്ച് പറഞ്ഞത്. ബിഷപ്പുമായി എന്തൊക്കെ സംസാരിച്ചെന്നത് പറയാൻ കഴിയില്ല. പ്രാതൽ കഴിക്കാൻ ബിഷപ്പ് ക്ഷണിച്ചിരുന്നു, വന്ന് പ്രാതൽ കഴിച്ചു എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിശബ്ദ പ്രചാരണം മണ്ഡലത്തിൽ പ്രവർത്തകർ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ, വാരാപ്പുഴ ബിഷപ്പ് G. സുകുമാരൻ നായർ എന്നിവരെയും കാണും. വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെയാണ് മതസാമുദായിക നേതാക്കളെ സന്ദർശിക്കുന്നത്. രാവിലെ കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ രാത്രി അരുവിത്തുറ പള്ളിയിലും പോയിരുന്നു. ഇതെന്റെ പ്രൈവറ്റ് വിസിറ്റ് ആണ്. അരുവിത്തുറ പള്ളിയിൽ പോകണമെന്നത് നേർച്ചയായിരുന്നു. വെരി പേഴ്സണൽ. നല്ല പ്രതീക്ഷയുണ്ട്. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. സംസ്ഥാനത്ത് ഇന്നലെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട് നടന്നത്. കാവടി, ശിങ്കാരിമേളം, നാസിക് ഡോൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ കൊട്ടിക്കലാശം. സ്ത്രീകൾ അടക്കമുള്ളവർ താളത്തിനൊത്ത് ചുവടുവെച്ചു. തുറന്ന ജീപ്പ് നേതാക്കളായ BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, TP സുൽഫത്ത് എന്നിവർക്കൊപ്പമായിരുന്നു സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. വൈകിട്ട് 5 ആരംഭിച്ച റോഡ് സമാപന സ്ഥലത്തേക്ക് എത്തുമ്പോൾ 5:30ആയി. പോലീസ് അനുവദിച്ച സ്ഥലത്ത് BJPയുടെയും ഘടകകക്ഷികളുടെയും കൊടിയും ബലൂണുകളും മോദി, അമിത്ഷാ, സുരേഷ് ഗോപി എന്നിവരുടെ പ്ലക്കാർഡുകളുമായി നൂറുകണക്കിന് പേർ നൃത്തം ചവിട്ടി. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, ചേർപ്പ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. നേതാക്കളായ B. രാധാകൃഷ്ണ മേനോൻ, KR ഹരി, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, MS സമ്പൂർണ്ണ, പൂർണിമ സുരേഷ്, NR റോഷൻ, ഡോക്ടർ ആതിര, ലിനി വിപിൻ ഐനിക്കുന്നത്ത്, രഘുനാഥ് C. മേനോൻ, വിൻഷി, അരുൺകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.